ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റ് ബിസ്ക്കറ്റാണിത്. ബൂസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട് ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് ചേർക്കുന്നുണ്ട്. ഇത് വെണ്ണയും അതിനകത്ത് പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം. അതിലേക്ക് ബ്രെഡ് പൊടിച്ചിടണം. ബൂസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ച് നമ്മൾ കാരമലൈസിന് പകരം ബൂസ്റ്റ് പൊടിച്ച് ഈ പാത്രത്തിലാണ് ഞാൻ പുഡിങ് വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, തുടങ്ങാം. പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു അല്പം വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെണ്ണ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബൂസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ബൂസ്റ്റ് പൊടിച്ച് നമ്മുടെ പാത്രത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ബ്രെഡ് പൊടിച്ചിടാം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മാത്രം മതി. ഇതിൽ പൊടിച്ചിട്ട് തിളച്ച പാലിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇടാം. ഇതിലേക്ക് നമുക്ക് പാല്, വനില എസൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ബൂസ്റ്റ് പൊടി, ബിസ്ക്കറ്റ് പൊടിച്ചത്, മേലെ ബ്രെഡ്. നമുക്കതിന് സെറ്റാവാൻ വയ്ക്കാം. എത്രയേ ഉള്ളൂ. ഒരു 3 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. അധികം ചേരുവകളോ അധികം സമയമോ ഒന്നും വേണ്ട. അതിന് ബ്രെഡ് ഇതിൽ നന്നായിട്ട് സ്പ്രെഡായിട്ട് നിൽക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബൂസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടേ, അതുകൂടെ. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് പൊടി ഫുള്ളായിട്ട് ഒരു 6 ബിസ്ക്കറ്റായിരുന്നു ഞാൻ എടുത്തതെന്ന് തോന്നുന്നു. നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. പുഡിങ് തണുത്തിട്ടുണ്ട്. പുഡിങ് എടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് എൻ്റെ പുഡിങ്. കണ്ടോ, അത്ര എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അടിയിൽ ബ്രൗണ്, മേലെ ബ്രൗണ്, നടുവിൽ വൈറ്റ് കളറ്. അപ്പോൾ പുഡിങ് റെഡിയായി. ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് ഇച്ചിരി പുഡിങ് കഴിക്കാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുഡിങ് ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.